ഇന്നെൻ്റെ എക്സ്പീരിയൻസ്ന്ന് എനിക്ക് കിട്ടിയൊരു തോട്ടാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് കേട്ടോ. നമ്മുടെ ഫാമിലിയിലും നമ്മുടെ ചുറ്റിലും ചില ആളുകളുണ്ട്. ഞാൻ, ഞാൻ, ഞാൻ എന്ന ഭാവമുള്ള ആൾക്കാർ. ഇവർക്ക് ചിലപ്പോൾ മെയിൻ ക്യാരക്ടർ സിൻഡ്രോം ഉണ്ടായേക്കാം. റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതാണ് കേട്ടോ. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയുമെങ്കിൽ എന്നോടും ആ അറിവ് പങ്കുവയ്ക്കണേ. സ്പോട്ട്ലൈറ്റ് ഓൺ മീ. ഞാൻ മാത്രമേ ഉള്ളൂ, ചുറ്റിലും ആരും തന്നെയില്ല. അല്ലെങ്കിൽ ചുറ്റിലുമുള്ള ആളുകളെ കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. ആം ഐ മെയിൻ ക്യാരക്ടർ? ഞാൻ തന്നെയാണോ ഇവിടെ മെയിൻ ക്യാരക്ടർ? അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ഫാമിലിയിലുണ്ടാവും. അങ്ങനത്തെ ആൾക്കാർ നമ്മുടെ ചുറ്റിലുമുള്ള ഫ്രണ്ട്സിൻ്റെ ഇടയിലുണ്ടാവും. ഒരു മീറ്റിങ്ങിന് പോയാലുണ്ടാവും. ചിലപ്പോൾ നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല. അവർ മെയിൻ ക്യാരക്ടർ റോൾ പ്ലേ ചെയ്ത് അവർ ഹാപ്പി ആയിരിക്കും. എന്നാൽ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെ, നമ്മുടെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ആൾക്കാരെ പോലും സംസാരിക്കാൻ ഇവർ ചിലപ്പോൾ വിടില്ല. അവരുടെ ബിഹേവിയർ പാറ്റേൺസ് ഒന്ന് നോക്കിയാലോ. അവർ മോസ്റ്റ്ലി അറ്റൻഷൻ സീക്കിംഗ് ആയിരിക്കും. എപ്പോഴും അറ്റൻഷൻ അയാളുടെ അടുത്ത് തന്നെ മാത്രം ഉണ്ടായിരിക്കണം എന്നുള്ള താല്പര്യമായിരിക്കും ഇത്തരം ആളുകൾക്ക്. ഡ്രമാറ്റിക് ബിഹേവിയർ ആയിരിക്കും. ഓവർ ഡ്രമറ്റൈസ് ചെയ്യും കാര്യങ്ങളെ. ഒരു ചെറിയ പെയിൻ ആയാലും വേറൊരാൾ വരുമ്പോഴേക്കും കുറേ ബാമൊക്കെ എടുത്ത് തേച്ച്, പെയിൻ കില്ലേഴ്സൊക്കെ എടുത്ത് തേച്ച്, ഒരു സ്മെല്ലൊക്കെ ഉണ്ടാക്കി, വരുമ്പോഴേക്കും നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന് തോന്നിക്കുമാറ് അവർ പെരുമാറും. അങ്ങനെയുള്ള ആളുകളെ എവിടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ചിലപ്പോൾ അവർക്ക് അത്ര പെയിൻ ഉണ്ടാവില്ല കേട്ടോ. ഇനി പെയിനുള്ള ആൾക്കാരെ കണ്ടിട്ട് ബാം തേച്ചിരിക്കുമ്പോൾ അയ്യോ പെയിൻ ഇല്ലല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. അങ്ങനത്തെ ആൾക്കാരെ സ്പെസിഫിക്കലി നമുക്ക് കണ്ടാൽ അറിയാം. ബിക്കോസ് ദേ വിൽ യൂഷ്വലി സീക്ക് അവർ അറ്റൻഷൻ ടു മേക്ക് ദംസെൽഫ് ആസ് മെയിൻ ക്യാരക്ടർ. പിന്നെ മോസ്റ്റ്ലി അവർ പബ്ലിക്കിൽ ലൗഡായിരിക്കും. സോഫ്റ്റ് സ്പോക്കൺ ആൾക്കാരെക്കാളും പബ്ലിക്കിൽ ഇവർ ലൗഡായിട്ട് സംസാരിക്കും. ബിക്കോസ് ദേ വാണ്ടഡ് ദം ടു ബി ദ മെയിൻ ക്യാരക്ടർ ഇൻ എനി ക്രൗഡ്. ഓവർ ഡ്രാമറ്റൈസ് ചെയ്യും ഇവൻസിന്. സാധാരണ ബിഹേവിയറെ അവർ ഡ്രമാറ്റിക് ആണ്. ഇനി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഓവർ ഡ്രാമറ്റൈസ് ചെയ്യും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഫാമിലിയിൽ ആരെങ്കിലും ഉണ്ടോയെന്ന്. അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള ഫ്രണ്ട് സർക്കിളിൽ ആരെങ്കിലും ഉണ്ടോ ഇത്തരം ഓവർ ഡ്രാമറ്റൈസ് ചെയ്യുന്ന ആൾക്കാർ? ഇനി അതുമല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് പോകുമ്പോൾ ചില ആളുകൾ അറ്റൻഷൻ സീക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ പർപ്പസ്ലി ഓവർ ഡ്രാമറ്റൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയും ഉള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ കൂടുതൽ മെയിൻ ക്യാരക്ടർ സിൻഡ്രോം എൻ്റെ കണ്ണിൽ പെട്ടിട്ടുള്ളത് ചിലപ്പോഴൊക്കെ ഈ ട്രോമയിൽ നിന്ന് റിക്കവർ ചെയ്യുന്ന ആൾക്കാരുടെ ഇടയിലും തോന്നിയിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഇടയിൽ തന്നെ മെയിൻ ക്യാരക്ടർ സിൻഡ്രോം ഉള്ള ആൾക്കാരുണ്ടോ, അല്ലെങ്കിൽ അത്തരം ബിഹേവിയർ കാണിക്കുന്ന ആൾക്കാരുണ്ടോ എന്ന് നിങ്ങൾക്ക് അനലൈസ് ചെയ്യാം. ഫ്രണ്ട്സിൻ്റെ ഇടയിലുണ്ടോ എന്നും അനലൈസ് ചെയ്യാം. ചില സമയത്ത് നമ്മൾ കണ്ടിരിക്കുന്ന ഒരു മെയിൻ ക്യാരക്ടർ ഒരു അറ്റൻഷൻ സീക്കിംഗ് സിൻഡ്രോം അല്ലെങ്കിൽ അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയർ ചില സമയത്ത് നമ്മുടെ ഫാമിലിയുടെ ഉള്ളിൽ തന്നെ കാണാം. എന്നിട്ട് ബാക്കിയുള്ളവരെയൊക്കെ സപ്രസ് ചെയ്ത് അടിച്ചിരുത്തുന്ന ആൾക്കാർ ഇല്ലേ? അത് ചില സമയത്ത് നമ്മുടെ ഫാമിലി ലീഡ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ ഒരു എൽഡസ്റ്റ് മെമ്പർ ആയിരിക്കാം, അതുമല്ലെങ്കിൽ ഇൻലോസിൻ്റെ അടുത്തൊന്നും ഉണ്ടാവും. കാരണം അവർ വരുമ്പോൾ അവരായിരിക്കണം മെയിൻ ക്യാരക്ടർ ആൻഡ് അതർ പീപ്പിൾ ഷുഡ് ബി ദ സപ്രസ്ഡ് വൺ. അല്ലെങ്കിൽ ചില സമയത്ത് ഈ മെയിൻ ക്യാരക്ടർ സിൻഡ്രോം ഉള്ള ആൾ അവരെ തന്നെ വിക്ടിമൈസ് ചെയ്യും. ഞാനാണ് വിക്ടിം എന്നുള്ള പോലെ പെരുമാറും. അപ്പോൾ അത് വേറൊരു ബിഹേവിയർ ആയിട്ട് മാറും കേട്ടോ. ചില സമയത്തൊക്കെ മെയിൻ ക്യാരക്ടർ സിൻഡ്രോം എന്നുള്ള നാച്ചുറലി ഫോളോ ചെയ്യുന്നതാണ്. അതിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. സംടൈംസ് ഇറ്റ്സ് നോട്ട് എ ബാഡ് തിങ്. നമ്മളെ തന്നെ ഒന്ന് അഡ്വക്കേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസിനെ ഒന്ന് ഷെയർ ചെയ്തിട്ട് മെയിൻ ക്യാരക്ടർ ആവുക എന്നുള്ളത് ആർക്കും ഒരു ശല്യം ഇല്ലാത്തൊരു ബിഹേവിയർ ആയിരിക്കും. പക്ഷേ അത് നമ്മൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. പിന്നെ മെയിൻ ക്യാരക്ടർ സിൻഡ്രോം ഉള്ള ആൾക്കാരുടെ അടുത്ത് പെരുമാറുമ്പോൾ നമ്മൾ ഇവരിങ്ങനെയാണെന്ന് വിചാരിച്ച് പെരുമാറിയ പ്രശ്നമൊന്നുമില്ല. ഇത് നമ്മൾ എല്ലാത്തിനും ബാലൻസ് ചെയ്തിട്ടാണോ ഒരു ക്രൗഡിൽ ബിഹേവ് ചെയ്യണമെന്ന് ഒന്ന് റീചെക്ക് ചെയ്യും വേണം കേട്ടോ. കാര്യം സത്യം പറഞ്ഞാൽ ഇതൊരു പ്രശ്നമില്ലാത്ത ബിഹേവിയർ ആണ്. പക്ഷേ ഇതിൻ്റെ ഒരു ഫ്രീക്വൻസി കൂടുമ്പോഴും ഇഫക്റ്റ് കൂടുമ്പോഴാണ് മറ്റുള്ളവർക്ക് അതൊരു ശല്യമായി മാറുന്നത്. ജസ്റ്റ് മീ ആറ്റിറ്റ്യൂഡ്. ബാക്കിയുള്ളവരെ കാണുന്നേയില്ല, നമ്മളൊരു സൂപ്പർ സ്റ്റാർ ആയിരിക്കണം എന്നുള്ള ചിന്തകൾ. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഒന്ന് ബാലൻസ് ചെയ്യുക, നമ്മളൊന്ന് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക അവരുടെ നിന്ന്. അല്ലെങ്കിൽ വെറുതെ എന്തിനും നമ്മുടെ മനസ്സമാധാനം കളയുന്നത് അല്ലേ? അവരങ്ങനെയാണ്, അവർക്ക് ഒരു മെയിൻ ക്യാരക്ടർ ഒരു അറ്റൻഷൻ സീക്കിംഗ് സ്വഭാവമുള്ള ആളാണ് എന്ന് മനസ്സിലാക്കി തന്നെ പെരുമാറുക. ഇനി നമ്മുടെ ഉള്ളിൽ അതുണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്തെങ്കിലും എവിടെയെങ്കിലും നിങ്ങൾക്ക് ക്ലിക്കാണെങ്കിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് ജിത്ത.